Hi, hello, welcome back to my YouTube channel. I'm Alfna Sheikhs, currently doing ACCA. ACCA സ്റ്റുഡൻസിന് വേണ്ടിയുള്ള കരിയർ റിലേറ്റഡ് ആയിട്ടും സ്റ്റഡി ടിപ്സും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണിത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ACCA പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു വീഡിയോയാണിത്. നിങ്ങളുടെ റിസൾട്ടൊക്കെ വിഷുക്കണിയായിട്ട് അങ്ങ് വന്നില്ലേ? എങ്ങനെയുണ്ട് റിസൾട്ട്? പ്രതീക്ഷിച്ച പോലെ അത്ര ആയില്ല? അതോ അടിപൊളിയായിരുന്നോ? എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഫെയിൽ ആണെങ്കിലും പാസ് ആണെങ്കിലും ഈ വീഡിയോ മുഴുവനായും കാണുക. ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ഈ വീഡിയോ കണ്ടിരിക്കണം. നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള അടിപൊളി കാര്യം ACCA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിസൾട്ട് വരുമ്പോൾ നമ്മൾ ടോട്ടൽ മാർക്ക് മാത്രമേ ACCA SMS ആയിട്ടോ അല്ലെങ്കിൽ മെയിലായിട്ടോ ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ അതല്ലാതെ നമ്മൾ ഓരോ സെക്ഷനിലും എങ്ങനെ പെർഫോം ചെയ്തു, ഓരോ സെക്ഷനിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി, സി സെക്ഷനിലെ 2 ക്വസ്റ്റ്യൻസിന് നമുക്ക് എത്ര മാർക്കാണ് കിട്ടിയിരിക്കുന്നത്, എത്ര ക്വസ്റ്റ്യൻസ് ശരിയാക്കി, എത്ര ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയി, ഇതൊക്കെ നമുക്ക് ACCA പറഞ്ഞു തരും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നും ACCA തന്നെ നമുക്ക് പറഞ്ഞു തരും. അതെങ്ങനെയാണെന്നല്ലേ? ഐ വിൽ ഷോ യു. നിങ്ങൾ ആദ്യം മൈ ACCA എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ACCA യൂസർ ID-യും പാസ്വേഡും ഉപയോഗിച്ച് മൈ ACCAയിൽ ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ACCAൻ്റെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ഡീറ്റെയിൽസ് കണ്ടോ? ഡാഷ്ബോർഡ്, മൈ ക്വാളിഫിക്കേഷൻ, ഫീസ്, ഡോക്യുമെൻറ്റ്സ്. അതിൽ നമ്മൾ മൈ ക്വാളിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് നമ്മുടെ എക്സാം ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്ന ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയി വരിക. അതിൽ കണ്ടോ 8/13 ഒക്കെ, അതായത് 13 പേപ്പറിൽ 8 പേപ്പറാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അപ്പം നമ്മുടെ ഫുൾ പേപ്പറും 13 പേപ്പറും കംപ്ലീറ്റ് ആകുമ്പം സർക്കിൾ കംപ്ലീറ്റ് ആവും. ഇപ്പം 8 പേപ്പേഴ്സാണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഇതിലറിയാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടോ? ഫൈൻ ട്യൂഷൻ, ACCA സ്റ്റഡി ഹബ്ബ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ. അതിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഡീറ്റെയിൽഡ് എക്സാം ഹിസ്റ്ററി. അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഡീറ്റെയിൽഡ് എക്സാം ഹിസ്റ്ററി സെലക്ട് ചെയ്യാം. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ലേറ്റസ്റ്റ് എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട് ആയിരിക്കും. അതിൽ വ്യൂ എക്സാം ഫീഡ്ബാക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വരുന്നത് നമ്മൾ ഇതുവരെ എഴുതിയ പേപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും. ഇതുവരെ എക്സാം അറ്റൻഡ് ചെയ്ത പേപ്പേഴ്സും അതിൻ്റെ മാർക്കും അത് ഏത് സെഷനിലാണ് നമ്മൾ അറ്റൻഡ് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് വരും. അതിൽ നമുക്ക് ഏത് എക്സാമിൻ്റെ ഏത് പേപ്പറിൻ്റെ ആണോ പെർഫോമൻസ് അനലൈസ് ചെയ്യേണ്ടത് ആ പേപ്പർ ക്ലിക്ക് ചെയ്യാം. എനിക്ക് PM പേപ്പറിൻ്റെ എക്സാം പെർഫോമൻസ് ആണ് അനലൈസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ PM ആണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതുപോലെ വരും. ഇനിയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. ACCൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് ഒരു 2-3 ദിവസം കഴിയുമ്പോഴായിരിക്കും ഈ ഒരു എക്സാം പെർഫോമൻസ് അനാലിസിസ് നമ്മുടെ സൈറ്റിലുണ്ടാവുക. അപ്പം നിങ്ങൾ ഇതുവരെ ഇത് നോക്കിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ തന്നെ ചെയ്തു പോവുക. അപ്പം നമുക്ക് നമ്മുടെ എക്സാം റിവ്യൂ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് കണ്ടോ? അവിടെയാണ് നമുക്ക് ഓരോ സെക്ഷനിലും എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയാൻ പറ്റുക. സെക്ഷൻ A 80%, B 60%, സെക്ഷൻ C 60%. അപ്പം ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ശരിക്കും മാർക്കിലോട്ട് ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ Aയിൽ എനിക്ക് 80% മാർക്കുണ്ട്. അതായത് സെക്ഷൻ Aയിൽ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക? 15 ക്വസ്റ്റ്യൻസ് അല്ലേ? ആ 15 ക്വസ്റ്റ്യൻസിൽ എനിക്ക് 80% കറക്റ്റ് ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 × 80 12 ക്വസ്റ്റ്യൻസ് എനിക്ക് ശരിയായിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ Aയിൽ നിന്ന് എനിക്ക് 24 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് സെക്ഷൻ Bയിലും. സെക്ഷൻ Bയും 15 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ 60% കറക്റ്റായി. അതായത് 15 ക്വസ്റ്റ്യൻസിൽ 60% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15ൻ്റെ 60% 9 എണ്ണമാണ് കറക്റ്റായത്. അപ്പോൾ അതിന് എനിക്ക് എത്ര മാർക്കുണ്ട്? 18 മാർക്കാണുള്ളത്. അങ്ങനെ സെക്ഷൻ Aയും Bയും കൂടി എനിക്ക് 42 മാർക്കാണുള്ളത്. അതായത് 21 ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ശരിയായത്. 30 എണ്ണത്തിൽ 21 എണ്ണം എനിക്ക് ശരിയായി. ഇപ്പോൾ മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് മനസ്സിലായില്ലേ? ഇതുപോലെ തന്നെ നിങ്ങളുടെ മാർക്കും കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് എവിടെയാണ് മാർക്ക് കുറഞ്ഞത്, ഏത് സെക്ഷനാണ് മാർക്ക് കുറഞ്ഞത് എന്ന് വിലയിരുത്തുക. പിന്നെ ഓരോ സെഷനും നമ്മൾ എത്ര ടൈം എടുത്തു എന്നറിയണമെങ്കിൽ വ്യൂ ഡീറ്റെയിൽ റിസൾട്ട് ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ ഓരോ സെഷനിലും എത്ര ടൈം എടുത്തു എന്ന് മനസ്സിലാവും. A സെഷനിൽ എത്ര ടൈം എടുത്തു എന്നും B സെഷനിൽ എത്ര ടൈം എടുത്തു എന്നും C സെഷനിൽ എത്ര ടൈം എടുത്തു എന്നും മനസ്സിലാവും. ഇത് കണ്ടോ, ഞാൻ A സെക്ഷനും B സെക്ഷനും 39 മിനിറ്റ്സ് വെച്ചാണ് എടുത്തത്. ബാക്കി ടൈം മൊത്തം C സെക്ഷനും ഉപയോഗിച്ചു. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്തത്? നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ ടൈം മാനേജ് ചെയ്തത്? എവിടെയെങ്കിലും നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ശ്രദ്ധിക്കുക. അതിൽ തന്നെ നമ്മുടെ ഫീഡ്ബാക്കും ടൈം മാനേജ്മെൻറ്റിൻ്റെ ഫീഡ്ബാക്കും പറയും. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതും പറയും. അത് നിങ്ങൾ വായിച്ച് നോക്കുക.
അതുപോലെ തന്നെ സി സെക്ഷനിലെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിന് ഓരോന്നിനും എത്ര മാർക്ക് വെച്ചാണ് കിട്ടിയിരിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ മുഴുവനായും കാണുക. അടുത്തത് നമ്മൾ ഓരോ സിലബസ് വൈസ് എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നമുക്ക് നോക്കാം. PMൻ്റെ സിലബസിൽ 5 ഏരിയാസാണ് വരുന്നത്. അതിൽ കണ്ടോ, എ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് ഡേറ്റ അനലിറ്റിക്സ്. അതൊരു തിയറി ഏരിയ ആണ്. അതിനെനിക്ക് 43% ഉള്ളൂ. അപ്പോൾ അതിൽ ഫീഡ്ബാക്കായിട്ട് പറയുന്നുണ്ട്. ബിലോ റിക്വയർഡ് സ്റ്റാൻഡേർഡാണ് എൻ്റെ ഈ ഏരിയയിൽ നിന്നുള്ള പെർഫോമൻസ്. അതവർ പറയുന്നുണ്ട്. അതിന് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യാമെന്നുള്ളത് അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങളുടേത് വായിച്ച് നോക്കുക. സെക്ഷൻ ബി എന്ന് പറയുന്നത് കോസ്റ്റിംഗ് ആയിരുന്നു. അതിലെനിക്ക് 82% ഉണ്ട്. അതിലും പെർഫോമൻസ് ഫീഡ്ബാക്കും നെക്സ്റ്റ് സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ് ഫീഡ്ബാക്ക് പറഞ്ഞിരിക്കുന്നത് യു പെർഫോംഡ് വെൽ ഓൺ ദി സിലബസ് സെക്ഷൻ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ആ ഏരിയ കുഴപ്പമില്ല. അങ്ങനെ ഓരോ സെക്ഷനും നമ്മളിങ്ങനെ നോക്കുക. ഇതിൽ നിന്ന് നമുക്കപ്പോൾ നമ്മുടെ വീക്കായിട്ടുള്ള ഏരിയാസും നന്നായിട്ട് പെർഫോം ചെയ്ത ഏരിയാസും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. അത് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടടുത്ത് ഇമ്പ്രൂവ് ചെയ്യുക. ഫെയിലായിട്ടുള്ളവർക്കൊക്കെ ഇത് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ വീക്കായിട്ടുള്ള ഏരിയാസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് നമുക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് സ്കിൽസ് അനലൈസ് ചെയ്യാം. അതിൽ ആപ്ലിക്കേഷൻ, നോളജ്, നറേറ്റീവ്, കാൽക്കുലേഷൻ അങ്ങനെ പാർട്ടുകളാണുള്ളത്. നമുക്ക് വ്യൂ ഡീറ്റെയിൽ റിസൾട്ട് കൊടുക്കാം. ഇവിടെ ആപ്ലിക്കേഷൻ കണ്ടോ, ആപ്ലിക്കേഷൻ മീൻസ് നമ്മുടെ കൺസെപ്റ്റൊക്കെ നമുക്ക് എത്ര നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റി. അതുപോലെ നമ്മുടെ നോളജ് ലെവല്, പിന്നെ നറേറ്റീവ് പാർട്ടുണ്ട്, അതിനൊക്കെ നമുക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളതൊക്കെ ഇതിൽ നമുക്ക് അനലൈസ് ചെയ്യാം. അതുപോലെ കാൽക്കുലേഷൻ പാർട്ടുണ്ട്, അത് നമ്മളെങ്ങനെ പെർഫോം ചെയ്തു എന്നൊക്കെ ഇതിൽ മനസ്സിലാക്കാം. എവിടെയും നമ്മൾ എവിടെയാണ് വീക്കായതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് കുറവുള്ളത് കാൽക്കുലേഷനാണ്. ബാക്കി കമ്പയർ ചെയ്യുമ്പോൾ കാൽക്കുലേഷനാണ് കുറച്ച് വീക്കായിട്ടുള്ളത്. അപ്പോൾ ഞാനത് കാൽക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. വീണ്ടും നമുക്ക് പെർഫോമൻസ് ഡാഷ്ബോർഡിലോട്ട് തിരിച്ചു പോവാം. ഇനിയാണ് ഞാൻ പറഞ്ഞ സി സെക്ഷനിലെ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുവേണ്ടി നമ്മൾ എടുക്കേണ്ടതാണ് കൺസ്ട്രക്റ്റഡ് റെസ്പോൺസ്. കണ്ടോ, അതിൽ വ്യൂ ഡീറ്റെയിൽ റിസൾട്ട് എടുക്കുമ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഏത് ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്തതെന്നും ആ ക്വസ്റ്റ്യൻ എത്ര മാർക്ക് വെച്ച് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. സെക്ഷൻ സിയിൽ 2 ക്വസ്റ്റ്യൻസ് ആണല്ലോ ഉള്ളത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് 65% മാർക്കും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് 55% മാർക്കുമാണ് കിട്ടിയത്. ഇതെങ്ങനെ നമുക്ക് മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. സെക്ഷൻ സിയിലെ ഒരു ക്വസ്റ്റ്യന് 20 മാർക്കാണ്. അപ്പം 20 മാർക്കിൻ്റെ 65% എന്ന് പറയുന്നത് 13. അപ്പോൾ 13 മാർക്കാണ് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് ഏത് ക്വസ്റ്റ്യനാണ് ഈ ഇത്രയും മാർക്ക് കിട്ടിയെന്ന് അറിയണ്ടേ? അതിന് പെർഫോമൻസ് ഫീഡ്ബാക്ക് നോക്കിയാൽ മതി. അതിലെനിക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന ഭാഗത്തുനിന്ന് വന്ന ക്വസ്റ്റ്യനാണ് എനിക്ക് 13 മാർക്ക് കിട്ടിയത്. PM പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കറിയായിരിക്കും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഒക്കെ. അതിലെനിക്ക് വേരിയൻസ് അനാലിസിസ് ആണ് വന്നത്. പഠിച്ചപ്പോൾ അത് കുറച്ച് ഈസി ആയിട്ട് തോന്നിയെങ്കിലും എക്സാമിന് അത് കുറച്ച് കുഴപ്പിച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എനിക്ക് 55% മാർക്കാണുള്ളത്. അതായത് 20ൻ്റെ 55% എന്ന് പറയുന്നത് 11 മാർക്കാണ് എനിക്ക് സെക്കൻഡ് ക്വസ്റ്റ്യന് കിട്ടിയത്. ആ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. അതിന് ആ ക്വസ്റ്റ്യൻ്റെ പെർഫോമൻസ് ഫീഡ്ബാക്ക് എടുക്കുക. അതിൽ കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ കണ്ടോ, പെർഫോമൻസ് അനാലിസിസ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനാണ് എനിക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനായിട്ട് വന്നത്. അതൊരു ഫേമിൻ്റെ കുറേ ഡീറ്റെയിൽസ് തരും. അതിൽ നിന്ന് നമ്മൾ ഫിനാൻഷ്യൽ പെർഫോമൻസും നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസും അനലൈസ് ചെയ്യണം. അതൊരു 20 മാർക്കിൻ്റെ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ആ ക്വസ്റ്റ്യൻ വന്നത്. മെയിനായിട്ട് അതൊരു തിയറി ഏരിയ ആയിരുന്നു. കുറച്ച് കാൽക്കുലേഷൻസും കൂടെ ചെയ്യണം. പക്ഷെ നന്നായിട്ട് എഴുതാനൊക്കെ സ്കില്ലുള്ളവർക്കൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ ഫോർ യു. നിങ്ങളും നിങ്ങളുടെ എക്സാം പെർഫോമൻസ് ഇതുപോലെ അനലൈസ് ചെയ്യുക, വീക്ക് ഏരിയാസ് കണ്ടുപിടിക്കുക ആൻഡ് ട്രൈ ടു ഇംപ്രൂവ് ഇറ്റ്. നിങ്ങളുടെ ACCA പഠിക്കുന്ന ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾ മാത്രം പാസ്സായാൽ പോരല്ലോ, ഫ്രണ്ട്സും പാസ്സാവണ്ടേ? അപ്പോൾ ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.